ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ 2026 നടന്ന നീറ്റ് എക്സാം ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പം എനിക്കിതിൽ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്നെപ്പോലെ ഇപ്പോൾ ഫസ്റ്റ് ടൈം +2 കഴിഞ്ഞിട്ട് നീറ്റ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഇങ്ങനെ ഒരു എക്സാം റദ്ദാക്കിയത് അങ്ങനെ വലിയ ഫീലിങ്സോ കാര്യങ്ങളോ ഇമോഷൻസോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വർഷം മൊത്തവും കുത്തിയിരുന്ന് പഠിച്ച് നല്ലോണം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് ഒരുപാട് റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ ലക്ഷക്കണക്കിന് പൈസയും കാര്യങ്ങളൊക്കെ മുടക്കി അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. അവർക്ക് അതിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മേ ബി അവർ നല്ലോണം ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് എക്സാം എഴുതി വന്നിട്ട് ഒരുപാട് വീഡിയോസ് ആണ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോരുത്തരെയും 700+ ഒക്കെ ക്രോസ് ചെയ്യുന്ന കുറേ വീഡിയോസ് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആൾക്കാർ നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്തു. അവർ കുറേ പേര് നീറ്റ് എക്സാം കഴിഞ്ഞ് MBBS സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നേരെയാണ് ഇന്ത്യയെ ഇങ്ങനൊരു സംഭവം നടത്തിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഇതുപോലെ പേപ്പർ ലീക്ക് അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഇന്ത്യയായിരുന്നു കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. പക്ഷേ ഇന്ത്യ അത് നോക്കിയതും ഇല്ല. പക്ഷേ പേപ്പർ ലീക്ക് ആയപ്പോഴത്തേക്കും 2026 കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ കുട്ടികളുടെ എക്സാം റദ്ദാക്കി. എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ പേപ്പർ ലീക്കും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത് ഇന്ത്യയാണ്. അല്ലാണ്ട് ഒരു എക്സാം കഴിഞ്ഞ് അത് റദ്ദാക്കുന്നത് കൊണ്ട് അതിനെതിരെ ഒരു ആക്ഷനായി എന്നാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇന്ത്യ ഒരു ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞേക്കുന്നത് ഈ ഒരു റദ്ദാക്കലിലൂടെ. സോ ഇനിയൊരു റീടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.